എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. നോമ്പുതുറയ്ക്ക് വേണ്ടി തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് ചവരി ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുത്ത ചവരി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ ചവരി നന്നായി വെന്ത് ആ വെളുത്ത നിറമൊക്കെ മാറിയിട്ട് നല്ലൊരു ഗ്ലാസ് പരുവമായിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കൊരു അരിപ്പയിലൂടെ ഇതിനെ ഒന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്ത ചവരി നമുക്കിനി മാറ്റി വയ്ക്കാം. ഇത് പിന്നീട് ആവശ്യമായിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്ത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡർ വേണം ഇതിന് വേണ്ടി എടുക്കാൻ. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 1/2 ലിറ്റർ പാലുണ്ട്. അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പാൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല, അതിന് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഈ കണ്ടൻസ്ഡ് മിൽക്ക് പാലുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത കണ്ടൻസ്ഡ് മിൽക്ക് പാലുമായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് നന്നായിട്ടൊന്ന് കലക്കി കൊടുത്ത് ഒഴിച്ചു കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. പാല് തിളച്ച് വരേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് ചൂടായി ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഒരു തിക്നെസ് മതി. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നേരത്തെ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചവരി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചവരിയും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കാം. ഇനി ഇത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ആപ്പിള്, മുന്തിരി, ഒരു നേന്ത്രപ്പഴം, കുറച്ച് മാങ്ങയുടെ പീസസ്, കുറച്ച് മാതളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹെൽത്തി ആയ ഒരു ഇഫ്താർ ഡ്രിങ്കാണ്. ഈ ഒരു നോമ്പുതുറയ്ക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഫ്രൂട്ട്സും പാലും ചവ്വരിയും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ വയറിന് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.